എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു വീഡിയോ കാണിക്കാം. കണ്ടോളൂ, പാർക്കിംഗ് ഇല്ല. ഇതെല്ലാം കാര്യമായി കിടക്കുകയാണ്. പക്ഷേ ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ സാധിക്കില്ല. മൊത്തം കയറ് വരിഞ്ഞ് അവിടെ ഇവിടെ എല്ലാം കെട്ടിയിരിക്കുക. കണ്ടോളൂ, ഒന്നും സാധിക്കുന്നില്ല. എൻട്രൻസ് മുതൽ ഇങ്ങനെ കിടക്കുകയാണ്. കാർഡിയോളജി വിഭാഗം, മെഡിസിൻ വിഭാഗം, ഇവിടെ എങ്ങും പാർക്ക് ചെയ്യാൻ പറ്റില്ല. 16/2/2025 അതായത് ഫെബ്രുവരി മാസം 16-ാം തീയതി തിങ്കളാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ വാർഡിൻ്റെ ഉദ്ഘാടന ദിവസം അതിൻ്റെ ഗ്രൗണ്ടിലെ വീഡിയോ ആണിത്. പാർക്കിംഗ് ഗ്രൗണ്ട് മുഴുവൻ കയറ് കെട്ടി ഒരു മനുഷ്യർക്കും കയറാൻ മേലാത്ത പോലെ തിരിച്ചിട്ടിരിക്കുക. എനിക്ക് ഈ വീഡിയോ അയച്ചു തന്ന മനുഷ്യൻ ഇതിൻ്റെ കൂടെ 2-3 വോയിസ് ക്ലിപ്പുകൾ തന്നതിൽ ഏറ്റവും അവസാനത്തെ ഒരു വോയിസ് ക്ലിപ്പ് കൂടെ കേൾപ്പിക്കാം. ഇതിനാണോ രാജഭരണം എന്ന് പറയുന്നത്? ആ വോയിസ് ക്ലിപ്പിൽ അദ്ദേഹം ചോദിക്കുന്നു, ഇത് രാജഭരണമാണോ? മെഡിക്കൽ കോളേജിൻ്റെ മുറ്റത്ത് അനേകം ആയിരം എന്നല്ല, വേണമെങ്കിൽ ലക്ഷത്തോളം ആളുകൾ കയറി ഇറങ്ങുന്ന കോട്ടയം മെഡിക്കൽ കോളേജ്, അതിൻ്റെ മുറ്റത്ത് ഒരു ദിവസം മുഴുവനായിട്ട് ഇതിൻ്റെ കോമ്പൗണ്ട്, ഗേറ്റ്, ഇതിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ, ഇതിൻ്റെ സകലമാന സ്ഥലവും കയറ് കെട്ടി അങ്ങ് ബ്ലോക്ക് ചെയ്തു, ആളുകൾ കയറാത്ത രീതി. എന്തിനാ? സർജിക്കൽ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ ഞാൻ ആ മനുഷ്യനോട് പറയട്ടെ, സഹോദര, ഇതിൻ്റെ പേരാണ് രാജഭരണം. കഴിഞ്ഞ ദിവസം കണ്ടോ, കേരളം ഒരു പൊതു പണിമുടക്കിൻ്റെ പേരിൽ അങ്ങ് സ്തംഭിച്ചു. അത് ദേശീയ പണിമുടക്കെന്നും പറഞ്ഞാണ് തുടങ്ങിയെങ്കിലും കേരളം മാത്രമായിട്ട് അങ്ങ് സ്തംഭിപ്പിച്ച് സംസ്ഥാനത്തിന് ഏതാണ്ട് 10,000-ലധികം കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയ ഒരു വലിയ സമര ആഭാസം കാണിച്ച ശേഷം പിറ്റേ ദിവസം അന്ന് ഒത്തിരി വാഹനങ്ങളെയൊക്കെ തടയുകയും ഒത്തിരി ആളുകളുടെ മേൽ ഉരുണ്ട് കയറുകയൊക്കെ ചെയ്തപ്പോൾ പിറ്റേ ദിവസം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് ആഹ്വാനം ചെയ്ത സമരത്തിൻ്റെ നേതാവ് എളമരം കരീം, അയാൾ പറഞ്ഞത് ചക്ക മുറിക്കുമ്പം ചില കുരുവൊക്കെ മുറിയുമെന്ന്. നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ജനത്തോടുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കിയേ. ജനമെന്ന് പറഞ്ഞാൽ ചക്കയാണ്, ജനമെന്ന് പറഞ്ഞാൽ ചൊളയാണ്, ജനമെന്ന് പറഞ്ഞാൽ കുരുവാണ്, ജനമെന്ന് പറഞ്ഞാൽ ചകിണിയാണ്, ജനമെന്ന് പറഞ്ഞാൽ പാടയാണ്. ഇത് ചക്ക മുറിക്കുമ്പോൾ ചിലതൊക്കെ മുറിയും. അപ്പം ജനത്തിനെ ഇവർ ചക്കയായിട്ടും കുരുവായിട്ടും ചകിണിയായിട്ടും പാടയായിട്ടും ഒക്കെയാണ് കാണുന്നത്. ചക്ക മുറിക്കുമ്പം ചില കുരു മുറിയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് കൂട്ട് തോന്നിവാസം കാണിക്കും. ഞാൻ ഈ വീഡിയോ അയച്ചു തന്ന സഹോദരനോട് പറയട്ടെ, ഇത് രാജഭരണത്തിൻ്റെ വേറൊരു വേർഷനാണ്. നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ചെയ്തു വെച്ച പല കാര്യങ്ങളും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, കറണ്ട് ചാർജ്, വെള്ള ചാർജ് എല്ലാം വികസിപ്പിച്ചു, എല്ലാം അങ്ങ് ഭയങ്കരമായിട്ട് വർദ്ധിപ്പിച്ചു. ചോദിക്കാൻ ഒറ്റ മനുഷ്യനില്ല. രാജഭരണമല്ലേ ഇത്? ഇനി ഇന്ധനത്തിൻ്റെ സെസ് വർദ്ധിപ്പിച്ചു, ആരും ചോദിച്ചിട്ടില്ല. രാജഭരണമല്ലേ ഇത്? കെട്ടിടത്തിൻ്റെ നികുതി വർദ്ധിപ്പിച്ചു, ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? രാജഭരണമായത്. കെട്ടിടത്തിൻ്റെ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചു, ഭീകരമായിട്ട് വർദ്ധിച്ചപ്പം പലരും പണിയാനിരുന്നൊരു പണിയുന്നില്ലെന്ന് വെച്ചു. അത് രാജഭരണമല്ലേ? ഒടുക്കത്തെ വർദ്ധിപ്പിക്കലല്ലേ വർദ്ധിപ്പിച്ചത്? എന്നിട്ടിപ്പോൾ കുറച്ചിട്ട് ആ പൈസയ്ക്ക് വേണ്ടി ഇപ്പോൾ ആൾക്കാർ പുറകെ നടക്കുക. രാജഭരണമല്ലേ? പിന്നെ വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ വർദ്ധിപ്പിച്ചു. ഒന്നാമത് വസ്തു കച്ചവടം ഇല്ലെന്നാക്കിയതിൻ്റെ ഏറ്റവും പ്രധാന കാരണമെന്ന് പറഞ്ഞ് ഈ വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ ഇതുപോലെ വർദ്ധിപ്പിച്ചതാണ്. ഇത് രാജഭരണമല്ലേ? തൊഴിലില്ലായ്മ നോക്കിയേ, ഒറ്റ മനുഷ്യന് പണിയുണ്ടോയെന്ന് നോക്കിയേ. അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് പണിയില്ലാത്ത അവസ്ഥയിൽ അതൊന്നും അവർക്ക് വിഷയമല്ല. രാജഭരണമല്ലേ? 6 ലക്ഷത്തിന് മുകളിലേക്ക് കടം എന്നാത്തിന് എടുത്തെന്നോ എവിടെ കൊടുത്തെന്നോ ഒന്നും ആർക്കും അറിയത്തില്ല. എങ്ങനെ അടയ്ക്കുമെന്നോ ഒന്നും ആർക്കും അറിയണ്ട. രാജഭരണമല്ലേ? ഇനി നോക്കിക്കേ, എന്തുമാത്രം ബാറുകളാണ് നാട് മുഴുവൻ, എന്തുമാത്രം ബാറുകൾ. ഇനി അതിൻ്റെ ഒരു കണക്ക് വേറെ പറയാം. ഇനി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ മുഴുവൻ വില വർദ്ധിപ്പിച്ചില്ലേ? ആരാ ചോദിക്കാനുള്ളത്? രാജഭരണം. ഇനി നമ്മുടെ യുവതലമുറ മുഴുവൻ കൂട്ടത്തോടെ വിദേശത്തോട്ട് പോവുകയല്ലേ? രാജഭരണമായത്. അപ്പോൾ നമ്മളങ്ങോട്ട് നോക്കി വന്നാൽ ധാരാളം ഇടപാടുകളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത് മുഴുവൻ രാജഭരണത്തിൻ്റെ തെളിവാണ്. 10 വർഷം കൊണ്ട് അതിഭീകരമായിട്ടാണ് ബാറുകളുടെ എണ്ണം ഇവിടെ വർദ്ധിച്ചത്. നേരത്തെ ബാറുകൾക്ക് രാവിലെ 11 മണി മുതൽ വൈകിട്ട് 11 മണി വരെ ആയിരുന്നു അതിൻ്റെ വർക്കിംഗ് സമയം.
ഇപ്പം ബാറുകളുടെ വർക്കിംഗ് സമയം 3 സ്റ്റാറിനും 4 സ്റ്റാറിനും രാവിലെ 11 എന്നുള്ളത് 10 ആക്കി. എന്നിട്ട് വൈകിട്ട് 11 എന്നുള്ളത് 12 ആക്കി. എത്ര മണിക്കൂറാണ് കൂട്ടി കൊടുത്തെന്നറിയാവോ? 14 മണിക്കൂർ നേരമാണ് 3 സ്റ്റാറും 4 സ്റ്റാറും ബാറുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 5 സ്റ്റാറും 7 സ്റ്റാറും ബാറുകൾ രാവിലെ 10 മണി തൊട്ട് രാത്രി 12 മണി കഴിഞ്ഞ് വെളുപ്പിനെ 3 മണി വരെ സമയമാക്കി. എന്തിനാണെന്നറിയാവോ? കുടിച്ചു കൂത്താടി ആളുകൾ നടക്കട്ടെ എന്നുള്ളതാണ് ഉദ്ദേശം. ഞാനിതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ 5 വർഷം കൊണ്ട് ബാറുകൾ അതിഭീകരമായിട്ട് പെരുകി. ഈ ബാറുകളൊക്കെ യഥാർത്ഥത്തിൽ ആരുടെയാണെന്ന് അന്വേഷിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ ബാറുകളുടെ ഉടമസ്ഥാവകാശം നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം പുറകിലുള്ള കളികൾ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം ബിനാമി പ്രസ്ഥാനങ്ങളാണ്. 90% ബിനാമി പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ സമയമല്ല ഇങ്ങനെ കൂട്ടിക്കൊടുക്കുന്നത്. രാവിലെ 11 മണിക്ക് തുറന്നുകൊണ്ടിരുന്ന ബാർ ഇപ്പോൾ 10 മണിയായി. ഇനിയിപ്പോൾ ഇത് മുഴുവൻ ബാറുകൾ പൂട്ടണ്ടാകുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. 24 മണിക്കൂറും കുടിയന്മാരുടെ ശല്യം കൊണ്ടും മയക്കുമരുന്നുകാരുടെ ശല്യം കൊണ്ടും വഴിയെ കൂടെ നടക്കാൻ മേലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് രാജഭരണമല്ലേ? ഇത് രാജഭരണം തന്നെയാണ്. അവർക്ക് വേണ്ടി അവരെന്തും ചെയ്യും. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ പള്ളികളിലോ അമ്പലങ്ങളിലോ അങ്ങനെ എന്തെങ്കിലും പരിപാടി നടക്കുന്നിടത്ത് രാത്രി 10 മണി കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. ഇല്ല പോലീസ് അവരുടെ മണ്ടയിലോട്ട് ഉരുണ്ട് കയറും. അതേസമയത്ത് ബാർ വെളുക്കോളം തുറന്നു വെക്കുന്നതിന് ഈ കുടിയന്മാർ ഇത് കുടിയും കഴിഞ്ഞിട്ട്, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, 5 സ്റ്റാറും 7 സ്റ്റാറുമാണ് ഇനിയിപ്പം മനസ്സിലാകുന്ന വഴി സൈഡിലൊക്കെ കിടന്നുറങ്ങുന്ന ഈ സാധാരണക്കാരായ മനുഷ്യർ, പരമദരിദ്രരായ മനുഷ്യർ, യാചകരായ മനുഷ്യരുടെ പുറത്തുകൂടെയൊക്കെ ഡൽഹിയിലും ബോംബെയിലും ഒക്കെ കാറ് കയറി ഇറങ്ങുന്നത് പോലെ ഇനിയിപ്പം ബെഡാ പാർട്ടികളുടെ കാറ് കയറി ഇറങ്ങുന്നതിൻ്റെ വാർത്തയായിരിക്കും പ്രധാന ജില്ലാസ്ഥാനങ്ങളിലും നഗരാസ്ഥാനങ്ങളിലും ഒക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ സാധാരണക്കാരെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കുകയില്ലാത്ത പക്ക ഗുണ്ടായിസമല്ലേ ഈ ഓർഡറിലൂടെ ഗവൺമെൻറ് ഇറക്കിയേക്കുന്നത്? എന്തുമാത്രം തട്ടിപ്പുകളായി നാട്ടിൽ നടന്നത് ഈ കഴിഞ്ഞ ഒരു കാലം കൊണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടല്ലോ. തട്ടിപ്പുകളുടെ ഒരു നിര തന്നെ, എന്തുമാത്രം തട്ടിപ്പുകളാണ്. തുടങ്ങിയത് ഓക്കി ഫണ്ടേലാ തട്ടിപ്പ്, ഡൽഹി കലാപ ഫണ്ട്, പ്രളയ ഫണ്ട്, കോവിഡ് ഫണ്ട്, വയനാട് ഫണ്ട്, ചെന്നൈ പ്രളയ ഫണ്ട്, ഓണാഘോഷ ഫണ്ട് തട്ടിപ്പ്, വിവാഹ സഹായ തട്ടിപ്പ്, ബിരിയാണി ചലഞ്ച് ഫണ്ട്, പിന്നെ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഫണ്ട്, അഭിമന്യു ഫണ്ട്, നായനാർ ഫണ്ട്, ധൻരാജ് ഫണ്ട്, സഖാവ് വിഷ്ണു ഫണ്ട്, കണ്ണൂർ എയർപോർട്ടിൻ്റെ പേരിൽ തട്ടിപ്പ്, വനിതാ മതിൽ ഫണ്ട്, ലാവ്ലിൻ ഫണ്ട്, ക്യാൻസർ രോഗിയുടെ പേരിൽ ഫണ്ട്, സഹകരണ ബാങ്ക് കൊള്ള, കുടുംബശ്രീ ഫണ്ട്, ക്ഷേമ പെൻഷൻ തട്ടിപ്പ്, ശബരിമല തട്ടിപ്പ്, സമൂഹ അടുക്കളയ്ക്കുള്ള ഫണ്ട്, ദുരിതാശ്വാസ ഫണ്ടുകളുടെ തട്ടിപ്പ്, ലൈഫ് പദ്ധതി തട്ടിപ്പ്, അയ്യപ്പ സംഗമം തട്ടിപ്പ്, ട്രഷറി തട്ടിപ്പ്, പ്രളയ സഹായ തട്ടിപ്പ്, PPE കിറ്റ് തട്ടിപ്പ്, ഫെലോഷിപ്പ് തട്ടിപ്പ്, അതിൻ്റെ ബ്രാക്കറ്റ് റഹീം എഴുതിയിട്ടുണ്ട്. പിന്നെ ഭാര്യമാരുടെ നിയമനത്തിൻ്റെ പേരിലുള്ള തട്ടിപ്പ്, ബന്ധുക്കളുടെ നിയമനത്തിൻ്റെ പേരിലുള്ള തട്ടിപ്പ്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ മനസ്സിലാക്കുമ്പം PSC എഴുതി റാങ്കിൻ്റെ 1ാം ഹോൾഡർക്ക് പോലും പണിയില്ല, പക്ഷേ സഖാക്കന്മാർക്ക് മുഴുവൻ ജോലിയാണ്. അങ്ങനെ തട്ടിപ്പോട് തട്ടിപ്പ് നടക്കുന്ന, ഇതുപോലെ തട്ടിപ്പ് നടന്ന ഒരു ഭരണകാലം കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പുണ്ടായിരിക്കില്ല. ഞാൻ ഇച്ചിരി വിട്ട് പറയാം, കേരള ചരിത്രത്തിൽ ഇനി ഇങ്ങനെ ഒരു തട്ടിപ്പുള്ള ഭരണം ഉണ്ടാകാനും സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ പ്രതിപക്ഷം ഇല്ലെന്നുള്ളതാണ് സത്യം. പ്രതിപക്ഷം ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെയാകുന്നത്. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടല്ല, മെഡിക്കൽ കോളേജ് തന്നെ അടച്ചിടേണ്ടി വന്നാലും രാജഭരണമാണെങ്കിൽ അടച്ചിടും. അത് അവരുടെ സ്വന്തമാണ്, അവർക്ക് അടച്ചിടാം. ഇവിടുത്തെ സാധാരണക്കാരനോ ഇവിടുത്തെ പാവപ്പെട്ടവനോ ഒന്നും ചെല്ലുന്ന ഹോസ്പിറ്റലുകളെക്കുറിച്ച് അവർക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഏതാണ്ട് പ്രധാനപ്പെട്ട 27-28 ഹോസ്പിറ്റലുകൾ അമേരിക്കൻ മാനേജ്മെൻറ്റുകൾ വാങ്ങിയിരിക്കുന്നു. അതിൻ്റെ തെളിവ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ആധികാരികമായിട്ട് തെളിവൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ നമ്മളിങ്ങനെ അറിയുന്നു. അങ്ങനെ കൂട്ടുമ്പോൾ നമ്മളിപ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട ഹോസ്പിറ്റലിലെല്ലാം ചെല്ലുമ്പോൾ ആദ്യം അവർ ചോദിക്കുന്നത് ഇൻഷുറൻസ് ഉണ്ടോയെന്നാണ്. എന്തുകൊണ്ടാണ്? അമേരിക്കയിലൊക്കെ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരുവന് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറ്റുകയില്ല. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പല ഹോസ്പിറ്റലുകളും അമേരിക്കൻ മാനേജ്മെൻറ്റുകൾ, അമേരിക്കക്കാരുടെ തന്നെ മാനേജ്മെൻറ്റുകൾ മേടിക്കുന്നെങ്കിൽ, അത് സായിപ്പുമാർ തന്നെ മേടിക്കുന്നെങ്കിൽ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഏത് തലത്തിലേക്ക് പോകും? അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരിവിടെ എങ്ങനെ ജീവിക്കും എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുകയായിരുന്നു, ഉമ്മൻചാണ്ടിയെയും EK നയനാരെയും ഒക്കെ നന്ദിയോടെ കേരളം ഓർക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഉമ്മൻചാണ്ടി ഒരു പ്ലേറ്റിനകത്ത്, വെറും പേപ്പർ പ്ലേറ്റിനകത്ത് ഭക്ഷണം എടുത്ത് ശാന്തമായിട്ട് ഒറ്റയ്ക്ക് മാറി നിന്ന് ചോറുണ്ണുകയും ട്രെയിനെ കിടന്നുറങ്ങുകയും അദ്ദേഹം പോകുന്ന കാറിന് അദ്ദേഹത്തിന് പോലും ഇരിക്കാൻ മേലാത്ത സീറ്റും സംവിധാനവും ഒക്കെ സാഹചര്യമായിട്ട് അങ്ങനെ. എന്നാൽ അത്രയൊന്നും അല്ലെങ്കിൽ പോലും
വളരെ ജനപ്രിയനായ EK നയനാരും ഒക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കുമ്പോഴാണ്, അല്ലെ ഓർക്കേണ്ടതാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കാണിക്കുന്നത് മുഴുവൻ രാജഭരണമാണെന്നും മെഡിക്കൽ കോളേജിൻ്റെ മുറ്റത്ത് കാണിച്ചത് ഗുണ്ടായിസമാണ്, സാധുക്കളോടുള്ള കടന്നുകയറ്റമാണ്, പാവപ്പെട്ടവരോടുള്ള അവജ്ഞയാണ്, അവഹേളനമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ രാജഭരണത്തിൽ ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.